നമ്മൾ കണി ഒരുക്കുന്നതിന് മുമ്പായിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങൾ കണി ദർശനം നടത്തിക്കൊണ്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ കണി ദർശനത്തിൻ്റെ പ്രാധാന്യം അത്രത്തോളം ഉണ്ട്. നമസ്കാരം, എൻ്റെ പേര് യദുകൃഷ്ണൻ. ഞാൻ ആലപ്പുഴ തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ്. ഈ ഏപ്രിൽ 15-ാം തീയതി അന്നാണ് വിഷു. അപ്പോൾ വിഷു ആചരിക്കുന്ന അതിൻ്റെ ക്രമങ്ങൾ, അതിൻ്റെ ഫലങ്ങളൊക്കെയാണ് ആദ്യം പറയുന്നത്. വർഷാരംഭം ആയതുകൊണ്ട് തന്നെ ആ വർഷത്തിലെ എല്ലാ ദിവസവും ഐശ്വര്യപൂർണമാകണം എന്ന ഒരർത്ഥത്തിലാണ് സ്ഥിതികാരകനായിട്ടുള്ള ഭഗവാന്റെ ഏറ്റവും കോമള രൂപമായിട്ടുള്ള കൃഷ്ണ രൂപം അത് നമ്മൾ കണി കാണുകയും ആ ഭഗവാന്റെ മുമ്പിൽ ധാരാളം കാർഷിക ദ്രവ്യങ്ങളും അതുപോലെ തന്നെ ഗ്രന്ഥം, സ്വർണം, വാൽക്കണ്ണാടി, പിന്നെ ഫലങ്ങൾ, ധാന്യങ്ങൾ, അങ്ങനെ വിശേഷ ദ്രവ്യങ്ങളെല്ലാം, അതായത് നമ്മുടെ ജീവിതം ഇപ്പോൾ സമൃദ്ധമാണ്. അപ്പോൾ ഇനി ഈ ഒരു വർഷക്കാലവും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങളുടെ ജീവിതം സമൃദ്ധവും ഐശ്വര്യപൂർണമാകണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് സത്യം പറഞ്ഞാൽ കണി ദർശനം നടത്തിക്കൊണ്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ കണി ദർശനത്തിൻ്റെ പ്രാധാന്യം അത്രത്തോളം ഉണ്ട്. അതിന് നമ്മൾ കണി ഒരുക്കുന്നതിന് മുമ്പായിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങൾ, നമ്മുടെ വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കി അതിൻ്റെ ഏറ്റവും അനുയോജ്യമായ ഒന്നല്ലെങ്കിൽ പൂജാമുറിയിലോ അല്ലെങ്കിൽ ഈ തളം, അതുപോലെ വലിയ മറ്റു സാധനങ്ങളൊന്നും ഇല്ലാതെ കുറച്ച് സ്പേസ് അതിനു വേണ്ടി കണ്ടെത്തി അവിടെ ഭഗവാന്റെ കൃഷ്ണവിഗ്രഹം ഏറ്റവും വൃത്തിയായി തുടച്ച് വൃത്തിയാക്കി പ്രധാനമായിട്ട് കൃഷ്ണവിഗ്രഹവും അതിൻ്റെ മുമ്പിലാണ് നേരത്തെ പറഞ്ഞ പോലെയുള്ള വിശേഷ ദ്രവ്യങ്ങൾ, കണി ദ്രവ്യങ്ങളൊക്കെ വെക്കേണ്ടതും. വിളക്ക് കത്തിച്ച് തലേ ദിവസമേ ഒരുക്കി വെക്കുക. പിന്നെ പിറ്റേ ദിവസം രാവിലെ ഗൃഹനാഥൻ ആണ് ആദ്യം വിളക്ക് കത്തിച്ച് കണി ദർശനം നടത്തി ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത്. ഇനിയുള്ള വർഷം, ഈ ഒരു വർഷം മുഴുവനും ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ ഐശ്വര്യപൂർണമായിട്ട് എല്ലാം നടക്കണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുകയും മറ്റുള്ള കുടുംബാംഗങ്ങളെ എല്ലാവരെയും കൊണ്ടുവന്ന് ഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ട് കണി ദർശനം നടത്തുകയും അതിനുശേഷം ആ കുടുംബക്കാർന്നവരാരാന്ന് വെച്ചാൽ അവർ എല്ലാവർക്കും വിഷുക്കൈ നീട്ടം നൽകി ആ ഒരു കുഞ്ഞുങ്ങളുടെ സന്തോഷം, അത് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടതാണ്. കുട്ടികളുടെ സന്തോഷം അത് കാണുമ്പോൾ ഭഗവാന്റെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാവും. പിന്നീട് എല്ലാവരുമായിട്ട് ക്ഷേത്ര ദർശനം, വിഷുവിൻ്റെ അന്നൊക്കെ രാവിലെ വിഷ്ണു ക്ഷേത്രത്തിൽ പ്രധാനമായിട്ടും വിഷു ആട്ടവിശേഷമായിട്ടുള്ള മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതാണ് ഏറ്റവും ഉത്തമം. ആലപ്പുഴ തിരുവമ്പാടിയൊക്കെ അങ്ങനെ ഒരു വിശേഷമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. വിഷുവിന് ആട്ടവിശേഷമുള്ള ഒരു വൈഷ്ണവ ക്ഷേത്രമാണ്. അപ്പോൾ അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇതുപോലെ ഭഗവാന് കണി കാണിക്കാനായിട്ട് എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അവിടെയും കണി ദർശനം നടത്തി പ്രസാദം വാങ്ങി മേൽശാന്തി അവിടെ എല്ലാവർക്കും വിഷുക്കൈ നീട്ടം കൊടുക്കുന്നുണ്ടാവും, അത് സ്വീകരിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഈ കഴിവതും ദാനധർമ്മങ്ങളൊക്കെ അന്നത്തെ ദിവസം നടത്തുക. ഈശ്വര പ്രാർത്ഥനയോടുകൂടി കുറേയധികം നേരം നമ്മൾ അമ്പലത്തിൽ ചെലവഴിക്കുക. അങ്ങനെയാണ് ഒരു വിഷു ദിനം നമ്മൾ ആചരിച്ച് വരേണ്ടത്. ഏറ്റവും അവസാനം ആ ദിവസം ഇനി ഈ പറയുന്ന പോലെ മുമ്പുള്ള വർഷങ്ങളിലെ നമുക്കുണ്ടായ സൗഭാഗ്യങ്ങളൊക്കെ തന്നെ ഈ വരുന്ന വർഷവും നമുക്ക് ഉണ്ടാവണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ വിഷു ദിനത്തിലെ ആ ആചരണങ്ങളെല്ലാം ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിച്ച് ഭഗവാനോട് അനുഗ്രഹം തേടുന്നത്. വിഷുവിൻ്റെ ആചരണങ്ങൾ അങ്ങനെയാണ്.